നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. നടത്തിയ വഴികൾ നീ ഓർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ എൻ വീടിൻ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരാണ്. സമാധാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ക്രിസ്തുവിൽ നിന്ന് അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനം ക്രിസ്തുവിൽ നിന്ന് അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്നാൽ കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, മത്തായി 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവരായി നാം തീരണം. നാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് സാക്ഷ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നാം മൂലം മറ്റനേകർക്ക് സമാധാനം കിട്ടണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം നാം ഉണ്ടാക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുക. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ 9-ാമത്തെ നഷ്ടം, അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ 9-ാമത്തെ നഷ്ടം, ലോകസമാധാനം നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീർന്നു. ലോകത്തിൻ്റെ ആകമാന ശാന്തി നഷ്ടപ്പെടാൻ അബ്രഹാമിൻ്റെ പാതയിൽ നിന്നുള്ളതായ വ്യതിചലനം കാരണമായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം ഒന്ന് വായിക്കാം. 16-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അബ്രഹാം മിസ്രൈമിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ദാസിയെ കിട്ടി, മിസ്രൈമ്യ ദാസി. ഈജിപ്തിലേക്ക് പോയപ്പോൾ കനാനിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ദൈവദാസൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ പുറപ്പെട്ടു പോയ ദൈവദാസൻ അബ്രഹാം ക്ഷാമം വന്നപ്പോൾ ഈജിപ്തിലേക്ക് കടന്നുപോയി. മിസ്രൈമിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ദാസിയെ ലഭിച്ചു, മിസ്രൈമ്യ ദാസി. വേലയ്ക്കൊരു പെൺകുട്ടി നല്ലതാണല്ലോ, നല്ലത് അത്രേ അബ്രഹാമും വിചാരിച്ചുള്ളൂ. സാറ തിരഞ്ഞെടുത്തു. കൊള്ളാം, നല്ല വേലക്കാരി, അവൾ ജോലിയെല്ലാം നല്ലതുപോലെ നോക്കും, കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ കൊള്ളാം, പോരട്ടെ, കൂടെ പോരട്ടെ. അബ്രഹാം മടി പറഞ്ഞില്ല. അബ്രഹാമിന് തെറ്റുപറ്റിയത് അവിടെ അവളെ കൊണ്ടുവന്നു എന്നുള്ളതിലല്ല, അങ്ങോട്ട് പോയത് തന്നെ തെറ്റിപ്പോയി. അതിനെ തുടർന്നാണ് ഈ മിസ്രൈമ്യ ദാസിയെ കിട്ടുന്നത്. മിസ്രൈമ്യ ദാസിയെ കൊണ്ടുവന്നിരുന്നു. ഈ മിസ്രൈമ്യ ദാസി, ഹാഗാർ എന്നു പേരുള്ള ആ മിസ്രൈമ്യ ദാസി, അവൾ കുടുംബത്തിന് വിനയായി തീർന്നു, കുടുംബ സമാധാനം നഷ്ടപ്പെടാൻ കാരണമായി തീർന്നു. ഇന്ന് ലോകസമാധാനത്തിന് തന്നെ അതൊരു ഭീഷണിയായി മാറി. എന്താണത്? ലോകസമാധാനം അബ്രഹാമിൻ്റെ ചുവടുവെപ്പിലെ താളം തെറ്റൽ മൂലം സംഭവിച്ചു പോയി. അബ്രഹാമിൻ്റെ ഒരു കാലടി വെച്ചതിൽ പറ്റിയ പിഴ നിമിത്തം ലോകസമാധാനത്തിന് ഭംഗം വന്നുപോയി. അതെന്താണ്? ഈ മിസ്രൈമ്യ ദാസി അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിർദ്ദേശത്തെ തുടർന്ന് അബ്രഹാമിന് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഹാഗാർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ കുഞ്ഞിനെ ഹാഗാർ വേലക്കാരി പ്രസവിച്ചു. വേണമെങ്കിൽ ന്യായം പറയാം അബ്രഹാമിന്, എൻ്റെ ഭാര്യ നിർബന്ധിച്ചുകൊണ്ടല്ലേ, ഭാര്യ അങ്ങനെ സജഷൻ, ഒരു നിർദ്ദേശം തന്നതുകൊണ്ടല്ലേ പറയാം. പക്ഷേ ദൈവപുരുഷൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അബ്രഹാമിന് പറഞ്ഞതായിട്ടൊന്നും വേദവസം പറയുന്നില്ല. ദൈവപുരുഷൻ അങ്ങനെ ന്യായീകരണം കാണാൻ പാടില്ലാത്തതാണ്. അബ്രഹാമിന് തെറ്റുപറ്റിയത് അവിടെയല്ല, അതിനു മുൻപ് തെറ്റ് തുടങ്ങിക്കഴിഞ്ഞു. മിസ്രൈമിലേക്ക് പോയതിലാണ് തെറ്റ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മിസ്രൈമ്യ ദാസി സാറായാണ് കൊണ്ടുവന്നത്. പക്ഷേ അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. സാറ ഒരു ദുരാലോചന കൊടുക്കുകയാണ്. 2-ാം വാക്യം, 16-ാം അധ്യായം 2-ാം വാക്യം. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു.
അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. എൻ്റെ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ നീ ചെല്ലുക, അവൾ പ്രസവിക്കട്ടെ. എനിക്ക് ഗർഭം അടഞ്ഞിരിക്കുകയല്ലേ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാനുള്ള ഭാഗ്യമില്ല. പക്ഷേ എനിക്ക് ഒരു മോനെ വളർത്താൻ ആഗ്രഹമുണ്ട്. ദൈവം പണ്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആകാശ നക്ഷത്രം പോലെ സന്തതിയെ തരാമെന്ന്, കടൽക്കരയിലെ മണൽ പോലെ നിനക്ക് സന്തതി ജനിക്കുമെന്ന്. വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നടക്കണ്ടേ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറണ്ടേ. അതുകൊണ്ട് നീ എൻ്റെ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ലുക, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കട്ടെ. സഹോദരങ്ങളെ, വലിയൊരു ദുരാലോചനയായിരുന്നു അത്. ഈ മിസ്രയീമ്യ ദാസി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് തുറന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാം. അതാണ് ഇസ്മായേൽ. അബ്രഹാമിൻ്റെ സന്തതി ഇസ്മായേൽ ജനിക്കുന്നത് മിസ്രയീമ്യ ദാസിയായ ഹാഗാറിലാണ്. ആ വേലക്കാരിയിൽ ഇസ്മായേൽ ജനിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഇസ്മായേല്യരും യഹൂദന്മാരും തമ്മിൽ എന്നും ശത്രുത്വമാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കും ഈ ഹാഗാറിൽ ജനിച്ച അബ്രഹാമിൻ്റെ തന്നെ മകനായ ഇസ്മായേലും തമ്മിൽ എന്നും ശത്രുത്വമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഗലാത്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ആ സംഭവം എടുത്ത് എഴുതുകയാണ് ഗലാത്യ ക്രിസ്ത്യാനികളോട്. എന്താണ് പറയുന്നത്? ജഡപ്രകാരം ഒരു മകൻ ജനിച്ചു, ആത്മപ്രകാരം മറ്റൊരു മകൻ ജനിച്ചു. ജഡപ്രകാരം ജനിച്ച മകൻ ഇസ്മായേൽ, ആത്മപ്രകാരം ജനിച്ച മകൻ ഇസ്ഹാക്ക്. ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു, ഇന്നും കാണുന്നു. ഇസ്രായേൽ അറബി സംഘട്ടനങ്ങൾ ലോകമഹായുദ്ധത്തിൻ്റെ കാരണമാണ് എന്ന് ചരിത്രം അറിയാവുന്നവർക്കറിയാം. ലോകമഹായുദ്ധം, 2 മഹായുദ്ധങ്ങൾ നടന്നത്, അതിൻ്റെ വേദി, അതിൻ്റെ ആകമാനമായ അടിസ്ഥാനപരമായ കാരണം ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം. അതിൽ ഇസ്രായേൽ കേന്ദ്ര ബിന്ദുവാണ്. ഇസ്രായേലും അറബികളും തമ്മിലുള്ളതായ സംഘടനത്തെ മുതലെടുത്തുകൊണ്ടാണ് വൻ ശക്തികൾ ആ വലിയ മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടിയത്. പ്രിയപ്പെട്ടവരെ, ലോകസമാധാനത്തിന് ഇന്നും ഭീഷണി അറബി ഇസ്രായേൽ സംഘട്ടനമാണ്. മധ്യപൗരസ്ത്യ ദേശത്തെ ഈ വലിയ അക്കച്ചിക്കലും ചീറ്റലുകളും വലിയ വിപ്ലവകരമായ ഭീകരവാദങ്ങളും എല്ലാം വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ അറബികളും ഇസ്രായേലും പരസ്പരമുള്ളതായ ഭിന്നതയുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇസ്മായേൽ അറബികൾ അവർ 1967 തോന്നുന്നു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ അതിന് തിരിച്ച് ആദ്യം പ്രതിരോധിക്കാൻ നോക്കി, പിന്നെ തന്ത്രപൂർവ്വം ആക്രമിച്ചു. ഈജിപ്തിലെ അധിപതിയായ പ്രസിഡന്റ് നാസറിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആ ഭയങ്കരമായ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയും ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇസ്രായേൽ ആ കരയിലെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ യെരൂസലേമിൻ്റെ ചില ഭാഗങ്ങൾ ഇന്ന് കൈവശം കിട്ടിയത്. അത് അറബികളുടെ കയ്യിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകസമാധാനത്തിൻ്റെ ഭീഷണി തുടങ്ങുന്നത് ആ മിസ്രയീമ്യ ദാസിയായ ഹാഗാറിനെ കൊണ്ടുവന്നതിൽ കൂടിയാണ്, അഥവാ അബ്രഹാം മിസ്രയീമിലേക്ക് പോയതിൽ കൂടിയാണ്. എത്ര നിസ്സാരമായൊരു സ്റ്റെപ്പാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ നിസ്സാരമല്ല. ദൂരവ്യാപകമായ ദൂഷിതഫലങ്ങൾ ഉളവാക്കുന്ന ഭയാനകമായൊരു സ്റ്റെപ്പാണ് വാസ്തവത്തിൽ അബ്രഹാം എടുത്തത്. ഇന്നും തീർന്നിട്ടില്ല. അടുത്ത 3-ാം ലോകമഹായുദ്ധവും അതും ഈ അറബി ഇസ്രായേൽ സംഘടനത്തിൻ്റെ വേദിയിലായിരിക്കും എന്ന് ബുദ്ധിയുള്ള രാഷ്ട്രമീമാംസകർ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ലോകമെമ്പാടും ചിതറിപ്പോയി.
ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തെ തുടർന്ന് ഇസ്രായേൽ ചിതറിപ്പോകേണ്ടി വന്നു. എന്നാൽ തിരുവചനം പറയുന്നുണ്ട്, അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും, ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും, കുലം കുലമായി വിലപിക്കും, ഗോത്രം ഗോത്രമായി വിലപിക്കും എന്ന് പ്രവാചകൻ സെഖര്യാ പ്രവാചകൻ മുൻകൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അവർ കൂട്ടമായി വിലപിച്ചു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. ആ യാചിച്ചപ്പോഴെല്ലാം ദൈവം അവരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നു. അത്ഭുതകരമായ വിജയം അവർക്ക് നേടുവാൻ കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് സംഘടനകൾ തീർന്നില്ല. യുദ്ധഭൂമി ഒന്ന് ശാന്തമായില്ല. ഇന്നും യുദ്ധത്തിൻ്റെ ഭീകരമായ ഭീഷണികൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായവും 39-ാം അധ്യായവും വായിക്കുമ്പോൾ വരാനിരിക്കുന്ന ഭീകരമായ യുദ്ധത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവിടെ പ്രവാചകൻ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിലത്തെ യുദ്ധം, ആ ഭയങ്കരമായ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ വേദിയായി ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും പറഞ്ഞുകൊണ്ട് ചില വ്യക്തമായ ചില സൂചനകൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ദാനിയേൽ പ്രവാചന പുസ്തകം 11-ാം അധ്യായത്തിലും ഈ അവസാന യുദ്ധത്തെക്കുറിച്ച് ചില പ്രവചന ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം, ലോകസമാധാനത്തിൻ്റെ ഭീഷണിയായി അറബികളും ഇസ്രായേലും തമ്മിലുള്ളതായ സംഘടന ഇന്ന് നിൽക്കുന്നു. അതെല്ലാം ചരിത്രത്തിൻ്റെ ഏടുകളാണ്. എന്നാൽ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്കും നമുക്ക് പോകണ്ട, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. എൻ്റെ കർത്താവേ, ഞാൻ മൂലം എവിടെയെങ്കിലും അസ്വസ്ഥത വരാൻ കാരണമായിട്ടുണ്ടോ? ഞാൻ മൂലം ഏതെങ്കിലും കുടുംബത്തിൽ ആലോചന വരാൻ കാരണമായിട്ടുണ്ടോ? ഞാൻ മൂലം ഏതെങ്കിലും കുടുംബങ്ങളിൽ വഴക്കുണ്ടാകാൻ കാരണമായിട്ടുണ്ടോ? എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു സംസാരം, എൻ്റെ ഒരു പെരുമാറ്റം അത് ആർക്കെങ്കിലും ദോഷമായി തീരാൻ ഇടയാക്കിയിട്ടുണ്ടോ? കർത്താവേ, എന്നെ ഞാനൊന്ന് ശോധന ചെയ്യാൻ കൃപ തരണമേ. ദാവീദ് ഒരിക്കൽ പറയുകയുണ്ടായി, ദാവീദ് വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി, യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദോഷത്തിനുള്ളതായ വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ. യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ നനവുകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, എൻ്റെ മനസ്സിലെ വിചാരങ്ങൾ, ഇത് ഓരോന്നും നീ ഒന്ന് ശോധന ചെയ്ത് കാണിച്ചു തരണമേ. അരുതാത്ത ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, തന്മൂലം ഏതെങ്കിലും കുടുംബങ്ങൾക്ക് നാശം വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും ദോഷം സംഭവിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ ഭാവിയിലേക്കുള്ള മുന്നേറ്റത്തിന്, ശാന്തസുന്ദരമായ ജീവിതത്തിൻ്റെ പുലർച്ചയ്ക്ക് അത് വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ടോ? തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ? കർത്താവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. നിങ്ങൾ വാസ്തവമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചിലതെല്ലാം ഓർക്കാൻ പറ്റും. നിങ്ങൾ മൂലം വേദനിക്കേണ്ട വന്നതായ വ്യക്തികൾ, നിങ്ങൾ മൂലം നഷ്ടം സംഭവിച്ചതായ കുടുംബങ്ങൾ, നിങ്ങളുടെ ചില ചെയ്തികൾ മൂലം, നിങ്ങളുടെ ചില വാക്കുകൾ മൂലം അകന്നുപോയ ചില വ്യക്തിബന്ധങ്ങൾ, നിങ്ങളുടെ ചില വാക്കുകൾ മൂലം ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സംശയാലുക്കളായി പിണങ്ങിപ്പോയത്, അകന്നുപോയത്, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകൽച്ച വന്നത്, നിങ്ങളുടെ ചില വാക്കുകൾ മൂലം, നിങ്ങളുടെ ചില പെരുമാറ്റം മൂലം അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഭിന്നിക്കാനിടയായത്, നിങ്ങൾ വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയുള്ളൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിലുള്ളതായ ചില ദുഷ്ടലാക്കുകൾ ദൈവം കാണുന്നുണ്ട്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് കാണിച്ചു തന്ന് എന്നെ ശാശ്വതമായ നിത്യജീവൻ്റെ വഴിയിൽ എന്നെ നടത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഓർമ്മ കിട്ടുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങൾ മൂലം നാശം വന്ന ആരെക്കുറിച്ചെങ്കിലും, നിങ്ങൾ മൂലം ഒരു കെടുതി വന്ന ആരെക്കുറിച്ചെങ്കിലും, നിങ്ങൾ മൂലം പേര് ചീത്തയായ ആരെക്കുറിച്ചെങ്കിലും, നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞ ചില വാക്കുകൾ മൂലം മനസ്സ് നൊന്തുപോയ ആരെക്കുറിച്ചെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാൻ പറ്റുന്നുണ്ടോ?
നിങ്ങൾ മൂലം നഷ്ടം വന്ന ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആ പാപവുമായി ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവേ, ഞാൻ ന്യായീകരിക്കാൻ ഒന്നുമില്ലാത്തവനായി തിരുമുൻപാകെ വരികയാണ്. എൻ്റെ ചില പെരുമാറ്റങ്ങൾ, എൻ്റെ ചില വാക്കുകൾ, എൻ്റെ ചില ഭാവങ്ങൾ, എൻ്റെ ചില ആംഗ്യങ്ങൾ, എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ചില സ്വഭാവങ്ങൾ തന്മൂലം നഷ്ടം വന്നവർ, കഷ്ടം വന്നവർ, നാശം വന്നവർ, അകന്നുപോയവർ, ദുഃഖം വന്നവർ, ഹൃദയത്തിൽ മുറിവേറ്റവർ, എൻ്റെ ദൈവമേ, അനേകം സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നല്ലോ കർത്താവേ. എന്നെ നീ ഒന്ന് കഴുകണമേ നിങ്ങൾ പറയുമോ? ഇന്നും കഴുകാൻ തിരക്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ആശ്വാസം. ഏതെല്ലാം പാകപ്പിഴകൾ നിങ്ങൾക്ക് വന്നെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും, എന്തെല്ലാം പാപങ്ങൾ നിങ്ങൾക്ക് വന്നെങ്കിലും, ഏതെല്ലാം നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കഴുകാൻ കർത്താവായ യേശുവിൻ്റെ തിരക്തമുണ്ട്. ആ തിരക്തത്തിന് മുൻപാകെ നിങ്ങൾ സമർപ്പിക്കുമോ? നിങ്ങൾ കൊടുത്ത ഒരു ഫോൺ മെസ്സേജ്, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ മൊബൈലിലെ ഒരു SMS മെസ്സേജ്, നിങ്ങൾ പരസ്പരം കൈമാറിയ ഒരു കാസറ്റ്, ഒരു CD, അല്ലെങ്കിൽ ഒരു ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റ്, അതല്ലെങ്കിൽ ഒരു പടം, അല്ലെങ്കിൽ ചീത്ത പടമുള്ള പുസ്തകം, നിങ്ങൾ ചിലരെ വിളിച്ച് അരിയത്തിരുത്തി ഇൻ്റർനെറ്റിൽ കടന്ന് വൃത്തികെട്ട പടം കാണാൻ ചിലരെ പ്രേരിപ്പിച്ചത്, തന്മൂലം അനേകം പേര് നശിക്കാനും അനേകം പേര് അവരുടെ ജീവിതം തകർന്നു പോകാനും കാരണമായത്, എന്തെല്ലാം ഓർക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, നിങ്ങൾ റാഗ് ചെയ്തത് മൂലം പഠിത്തം മുടങ്ങിപ്പോയി എത്ര പേര്? നിങ്ങൾ റാഗ് ചെയ്തത് മൂലം മനോരോഗികളായി തീർന്ന എത്ര പേര്? ഓർക്കൂ, നിങ്ങൾ റാഗ് ചെയ്തത് മൂലം സുബോധം നഷ്ടപ്പെട്ടു പോയി എത്ര പേര്? എൻ്റെ ദൈവമേ, ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തീർക്കാനൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ചൂണ്ടിക്കാണിച്ച് തരുന്നത് ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്. അവിടെ ഇതെല്ലാം തീർക്കും, അവിടെയെല്ലാം തീരും. എല്ലാ കടങ്ങളും അവിടെ മോചിക്കും, എല്ലാ ചീട്ടുകളും കീറിത്തരും, എല്ലാ അകൃത്യഭാരവും ക്ഷമിച്ചു തരും, എല്ലാ ബന്ധനങ്ങളും അഴിച്ചു തരും, എല്ലാ ശാപങ്ങളും മാറ്റിത്തരും. അതിന് നിങ്ങൾ ഈ ഫെലോഷിപ്പിൽ വരണമെന്ന് പോലും ഞങ്ങൾ പറയുകയില്ല. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ വിളിക്കുകയില്ല. നിങ്ങൾ പോകേണ്ടത് ഒരിടത്തേക്കാണ്. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ധ്യാനിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിലിരിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് കർത്താവായ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മുട്ടുമടക്കാം, നിങ്ങൾക്ക് എളിമയോടെ ഇരിക്കാം. കർത്താവേ, നഷ്ടങ്ങൾ സംഭവിച്ചു പോയി, എൻ്റെ നാഥ, നാശങ്ങൾ സംഭവിച്ചു പോയി. ഞാൻ മൂലം അനേകരുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ മൂലം അനേകം കുടുംബങ്ങളിൽ അസ്വസ്ഥത വരുത്തി കഴിഞ്ഞു. എൻ്റെ കരുണയുള്ള കർത്താവെ, തിരുത്താൻ എനിക്ക് കഴിവില്ല, പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് മാർഗമില്ല. കർത്താവെ, എനിക്ക് വീട്ടുവാൻ വകയില്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. വീട്ടുവാൻ വകയില്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എൻ്റെ ദൈവമേ, വീട്ടുവാൻ വകയില്ലാത്തവർക്ക് ഇളച്ചു തരുന്ന ഒരു നല്ല യജമാനുണ്ട്. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇളച്ചു തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവനെല്ലാ കടവും ഇളച്ചു തരും, എല്ലാ പാപവും മാറ്റിത്തരും, എല്ലാ അശുദ്ധിയും നീക്കിത്തരും. അവൻ നിങ്ങളെ തലോടും, അവൻ നിങ്ങളുടെ പാപക്കറകൾ കഴുകിത്തരും, അവൻ നിങ്ങൾക്ക് ശോഭനമായ വസന്തകാലങ്ങൾ തരും, അവൻ നിങ്ങൾക്ക് അനുഗ്രഹീത വസന്തങ്ങൾ നിങ്ങൾക്ക് വിരിയിച്ചു തരും, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തൂകി പാകിത്തരും. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ അരികത്തൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ വചനം കേൾക്കുന്നത്, അവിടെ നിങ്ങളുടെ അരികത്തേക്ക് യേശു വരുന്നുണ്ട്. യേശു വന്ന് ഒന്നേ നിങ്ങൾ പറയുന്നുള്ളൂ, മകനെ, കഴിഞ്ഞ കാല നഷ്ടങ്ങളെല്ലാം ഞാൻ നികത്തിത്തരാം. മകളെ, കഴിഞ്ഞ കാല പോരായ്മകളെല്ലാം ഞാൻ മാറ്റിത്തരാം. മകനെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കെടുതികളും ഞാൻ നീക്കിത്തരാം. ഒരു പുതിയ ജീവിതം നിനക്ക് തുടങ്ങാൻ മനസ്സുണ്ടോ? എന്നോട് ചേർന്നുള്ള പുതിയ ജീവിതം നിനക്ക് തുടങ്ങാമോ? യേശു ക്രിസ്തുവിലുള്ളതായ പുതിയ ജീവിതം നിനക്ക് തുടങ്ങാമോ? ക്രിസ്തുവിൽ ആശ്രയിച്ചും ക്രിസ്തുവിൽ വിശ്വസിച്ചും ക്രിസ്തുവിനെ സ്നേഹിച്ചുമുള്ള ഒരു പുതുജീവിതം നിനക്ക് ആരംഭിക്കാൻ മനസ്സുണ്ടോ? എങ്കിൽ നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്താം, നിന്നിൽ ഞാൻ ഇറങ്ങി നിൽക്കാം, നിന്റെ മേൽ ഞാൻ ചവിട്ടി നിൽക്കാം.
മോനെ, എനിക്ക് 2000 വർഷം മുൻപ് എൻ്റെ കൈകൾ നിശ്ചലമായി, നിൻ്റെ കൈകൾ എനിക്ക് തരുമോ? ആ കൈകളിൽ കൂടെ ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ. 2000 വർഷം മുൻപ് എൻ്റെ നാവ് നിശബ്ദമായി, എന്നാൽ നിൻ്റെ നാവ് എനിക്ക് തരുമോ? നിൻ്റെ നാവിൽ കൂടി ഞാൻ ശബ്ദിക്കട്ടെ. 2000 വർഷം മുൻപ് എൻ്റെ കാലുകൾ നിശ്ചലങ്ങളായിപ്പോയി, എന്നാൽ അന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട ആ കാലുകൾ അത് ഇനി ചലിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ പാദങ്ങളിലൂടെയാണ്, നിൻ്റെ കാലുകളിലൂടെയാണ്. നിന്നെ തന്നെ നീ എനിക്ക് വിട്ടുതരുമോ? മകനെ, 2000 വർഷം മുൻപ് എൻ്റെ മോനെ, അന്ന് എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി, എന്നാൽ ആർദ്രതയുള്ള കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ പോലെ ആർദ്രതയുള്ള കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ പോലെ വിശുദ്ധിയുള്ള കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ പോലെ സ്നേഹമുള്ള കണ്ണുകൾ, അത് നീ എനിക്ക് തരുമെങ്കിൽ ഞാനത് രൂപാന്തരപ്പെടുത്തി അങ്ങനെ ആക്കി തീർക്കാം. നിൻ്റെ കണ്ണ് എനിക്ക് തരുമെങ്കിൽ നിൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് പോലെ ആർദ്രതയുള്ളതാക്കി തരാം, സ്നേഹ നിറവുള്ളതായി മാറ്റിത്തരാം, എൻ്റെ കണ്ണ് പോലെ വിശുദ്ധമാക്കി മാറ്റിത്തരാം. നിന്നിലേക്ക് ഞാൻ ഇറങ്ങട്ടെ, നിന്നിൽ ഞാൻ ആവസിക്കട്ടെ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൽ ഇറങ്ങി ആവസിക്കട്ടെ, പരിശുദ്ധാത്മാവിന് തീ നിന്നിൽ പ്രസരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാല നിന്നിൽ പടർന്ന് പൊന്തട്ടെ. നിന്നിൽ അഗ്നിജ്വാല പൊന്തിയിട്ട് അനേകരിലേക്ക് പ്രകാശവും ചൂടും വമിക്കട്ടെ, അനേകരെ ചൂട് പിടിപ്പിക്കട്ടെ, അനേക ദേശങ്ങളെ ഉണർത്തട്ടെ, അനേക സഭകളെ ഉണർത്തട്ടെ, അനേക കൂട്ടായ്മകൾ ഉണർത്തട്ടെ, ദേശങ്ങൾ അനുഗ്രഹീതമായി തീരട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അർഹതയില്ലെന്ന് മാത്രം ഞങ്ങൾ തിരുവൻപാകെ ബോധിപ്പിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ സാന്നിധ്യം ലഭ്യമാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലായി നിങ്ങൾ തിരുവൻപാകെ ഏറ്റുപറയുന്നു. എൻ്റെ നാഥ, നീ ഞങ്ങളെ തലോടുന്നതിനായി സ്തോത്രം. സമർപ്പിച്ച ദൈവമക്കളുടെ മേൽ നിൻ്റെ കരം വെച്ചതിനായി സ്തോത്രം. തീരുമാനമെടുത്ത് പുതിയ ജീവിതത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചവരെ എൻ്റെ നാഥൻ കരുത്തിൽ പിടിച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, അവരുടെ തലമേൽ തീക്കനൽ പൊഴിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവരുടെ മേലിറങ്ങി അഗ്നിയിൽ അവരെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളാലും നിറച്ചു കൊള്ളണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ കർത്താവേ. എൻ്റെ യേശു വരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.